കൊണ്ട് നമുക്ക് 3 മാർക്ക് ഉറപ്പിച്ചാലോ? മക്കളെ നോക്കുക, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് ഉറപ്പായിട്ടും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജും അതിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും. സോ നമുക്ക് നോക്കാം എന്താണ് മക്കളെ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു ഡിവൈസിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെ പറ്റിയിട്ടാണ്. നോക്കുക, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി അൺനോൺ റെസിസ്റ്റൻസ്. നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ 4 റെസിസ്റ്ററുകൾ ഉണ്ട്. ആ 4 റെസിസ്റ്ററുകൾ നമ്മൾ ക്ലോസ്ഡ് ഫോർമാറ്റിൽ കണക്ട് ചെയ്തു എന്നൊക്കെ ഇവിടെ വേർഡ്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. മക്കളെ നമ്മുടെ കയ്യിൽ 4 റെസിസ്റ്ററുകളാണ്. 1, 2 and 3, 4. 4 റെസിസ്റ്ററുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ 4 റെസിസ്റ്ററുകളും അതുപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഈ സെന്ററിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗാൽവാനോമീറ്റർ. ദെൻ ഇതിന്റെ പേര് P, Q, R, S. 4 റെസിസ്റ്ററുകൾ ഉണ്ട്. മക്കളെ നോക്കുക, ഇതിലൂടെ I1 എന്ന് പറയുന്ന അല്ലെങ്കിൽ I എന്ന് പറയുന്ന ഒരു കറണ്ട് വരുന്നു. ഈ ജംഗ്ഷനിൽ വെച്ച് ഇതിലൂടെ I1 എന്ന് പറയുന്ന കറണ്ടും ഇതിലൂടെ I2 എന്ന് പറയുന്ന കറണ്ടും കടന്നു പോകും. ഓക്കെ, ദെൻ ഇതിലൂടെ കടന്നു പോകുന്നത് IG എന്ന് പറയുന്ന കറണ്ടാണ്. IG എന്ന് പറയുന്ന കറണ്ടാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ദെൻ I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ എത്തി. IG കടന്നു പോയാൽ ബാക്കി വരുന്ന കറണ്ടിനെ നമ്മൾ I3 എന്ന് വിളിക്കുകയാണ്. അതുപോലെ ഈ IG-യും അതുപോലെ I2-ഉം ജോയിൻ ചെയ്യുന്ന ഈ ഒരു ജംഗ്ഷനിലെ കറണ്ടിനെ ഞാൻ I4 എന്ന് വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ഇതിന് പേരിട്ട് കൊടുക്കുകയാണ് ABCD. പേരിട്ട് കൊടുത്തു. ഇനി മക്കളെ ശ്രദ്ധിക്കുക, നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ, അതായത് ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് കടന്നു പോകാത്ത സമയത്ത് ഇവിടെ എന്തായിരിക്കും? 0 ഡിഫ്ലക്ഷൻ ആയിരിക്കും. ആ സമയം P/Q R/S ന് ഈക്വൽ ആണ്. എന്താണ്? P/Q R/S ന് ഈക്വൽ ആണ്. P/Q R/S ന് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. സോ ഇതിനാണ് നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് ആര് 0 ആയിരിക്കും? IG ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് 0 ആയിരിക്കും. സോ ഇത് നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു? പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് കിർച്ചോഫിന്റെ റൂൾ ആണ്. ആദ്യം തന്നെ ഞാനൊരു ലൂപ്പ് സോൾവ് ചെയ്യണം. ഏതാണ് ലൂപ്പിന്റെ പേര്? ABCA. ഈ ഒരു ലൂപ്പ് സോൾവ് ചെയ്യുന്നു. നോക്കാം, ABCA. ഇങ്ങനെയാണ് ഞാൻ ലൂപ്പ് എടുക്കുന്നത്. നമുക്ക് കിർച്ചോഫിന്റെ സെക്കൻഡ് റൂൾ നമുക്കറിയാം, ലൂപ്പ് റൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ABCA പ്രകാരം നമ്മൾ ലൂപ്പ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കറണ്ടിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷനും സെയിം ആണ്. സോ -I1P. ദെൻ ഇങ്ങോട്ടാണ് കറണ്ടിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷനും സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ പറയും -IG ഇൻറ്റു ഗാൽവനോമീറ്ററിലെ റെസിസ്റ്റൻസിനെ ക്യാപിറ്റൽ G എന്ന് വിളിച്ചു. ഇനി ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആണ് അല്ലെ, കറണ്ടിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്. സോ മൈനസ് അല്ല പ്ലസ് ആണ്. I2R ഈക്വൽ ടു 0. മക്കളെ ഗാൽവനോമീറ്ററിലെ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടേം മൊത്തത്തിൽ 0 ആക്കി. ദെൻ -I1P ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് ആയിരിക്കും. സോ I2R ഈക്വൽ ടു I1P. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ? രണ്ടാമതായിട്ട് നമ്മൾ ലൂപ്പ് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആരാണ്? BDCB. ഓക്കെ, BDCB എന്ന് പറയുന്ന ലൂപ്പാണ് എടുക്കുന്നത്. മക്കളെ നോക്കുക, കറണ്ടിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷനും സെയിം അല്ലേ? സോ -I3Q. നമ്മൾ എടുക്കുന്ന ലൂപ്പ് ഏതാണ്? BDCB. ഈ ലൂപ്പ് പ്രകാരം നമുക്ക് പറയാം എന്താണ്? കറണ്ടിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് -I3Q. ദെൻ അടുത്തതാരാണ് വരുന്നത്? ഓപ്പോസിറ്റ് അല്ലേ? കറണ്ടിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് അല്ലേ? ഇതാ ഇങ്ങോട്ട് DC എന്ന് പറഞ്ഞാൽ കറണ്ട് അങ്ങോട്ട്, ലൂപ്പ് ഇങ്ങോട്ട്. സോ നമ്മൾ പറയും +I4S. ദെൻ അടുത്തത് എന്താണ്? ഇതാ ഇങ്ങോട്ടാണ്, കറണ്ടിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റാ. CB എന്ന് പറഞ്ഞാൽ കറണ്ട് ഇങ്ങോട്ടാ വരുന്നത്. സോ വീണ്ടും നമ്മൾ പ്ലസ് കൊടുക്കും. IGG നമുക്കറിയാം ഈക്വൽ ടു 0. മക്കളെ ഇതെന്താണ്? IG 0 ആണ്. അങ്ങനെയാണെങ്കിൽ -I3Q ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം I4S ഈക്വൽ ടു എന്ത് പറയാം? I4S എന്ന് പറയുന്നത് I3Qന് ഈക്വൽ ആണ്. ഇക്വേഷൻ നമ്പർ 2. മക്കളെ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യുക. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2. ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം മക്കളെ. ഇവിടെ നിന്ന് I1 എന്ന് പറയുന്ന കറണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. IG 0 ആണെങ്കിൽ I1 തന്നെയല്ലേ ഇതിലൂടെ കടന്നു പോകുന്നത്? IG എന്ന് പറയുന്ന കറണ്ട് 0 ആണെങ്കിൽ I1 തന്നെ ആയിരിക്കും I3. സോ നമുക്ക് പറയാം I1 ഈക്വൽ ടു
I3 എന്ന് പറയാം. I1 I3 ഈക്വൽ ആണ്. സിമിലർലി I2 തന്നെ ആയിരിക്കും, IG ഇല്ലെങ്കിൽ I2 തന്നെ ആയിരിക്കും I4 എന്ന് പറയുന്നത്. സോ I2 ഈക്വൽ ടു I4. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2, I2ഉം I4ഉം സെയിം അല്ലേ, അതുകൊണ്ട് ഇവർ ക്യാൻസൽ ചെയ്തു പോകും. I1ഉം I3ഉം സെയിം അല്ലേ, അതുകൊണ്ട് ഇവരും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോയാൽ R/S is equal to P/Q. എന്താ നമുക്ക് കിട്ടുന്നത്? R/S equal to P/Q. ഇതല്ലേ നമ്മുടെ ഗാൽവനോമീറ്ററിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. P/Q R/S, R/S P/Q. ഇത് പ്രൂവ് ചെയ്യുന്നതിനാണ് മക്കളെ നിങ്ങൾക്ക് 3 മാർക്ക് ഉള്ളത്. സോ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കോണ്ടന്റ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 3 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. സോ മറ്റൊരു ഷോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.